ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേദനയുണ്ട് മാഷേ. അച്ഛാ, അച്ഛാ, അയ്യോ, എന്താ ചെയ്തൊക്കെ? അച്ഛൻ എന്താ പറ്റിയേ? ഈശ്വര, അച്ഛൻ എന്താ പറ്റിയത്? എവിടെയെങ്കിലും വീണോ? വീണതല്ല മോനെ, അച്ഛന് ഒരു സമ്മാനം തന്നിട്ട് പോയതാ. മക്കളെ, ആ ചെങ്കൽ മധുവിന്റെ കുറെ ആളുകൾ വന്ന് അച്ഛനെ ഒരുപാട് ഉപദ്രവിച്ചു. അയാളുടെ പെങ്ങളെയാ അനൂപ് വണ്ടിയിടിച്ചു കൊന്നത്. ഇതൊക്കെ ഒരു തുടക്കം മാത്രം. അവരെ ഏത് പോലീസ് കൊണ്ടുപോയാലും ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും, വെട്ടി തുണ്ടം തുണ്ടാക്കും. ഞങ്ങൾ ഇനിയും വരും കേട്ടോടാ. എന്റെ മോനെ കിട്ടിയിരുന്നെങ്കിൽ അവര് കൊന്നേനെ വെച്ചു. ഞാനിനി എന്ത് ചെയ്യും മക്കളെ? പറഞ്ഞു കേട്ടിടത്തോളം അവരാരും ചെറിയ ആളുകളല്ല. പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഒരുപാട് പിടിപാടുള്ള ആളുകളാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവൂ. എന്ത് ചെയ്തിട്ടായാലും എന്റെ അനു മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവനെന്തെങ്കിലും പറ്റിയ ഞങ്ങളാരും ജീവിച്ചിരിക്കില്ല. അച്ഛൻ വിഷമിക്കാതിരിക്ക. ഇത്ര വലിയ ഗുണ്ടയായാലും കാര്യം പറഞ്ഞ മനസ്സിലാവാതിരിക്കോ? ഏട്ടൻ മനഃപൂർവ്വം ഇടിച്ചതല്ലല്ലോ, അബദ്ധം പറ്റിയതല്ലേ. അവന്തിക പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്. ഇവളുടെ വയറ്റില് ഈ കുഞ്ഞ് ജനിച്ച അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ. ഇപ്പൊ എന്റെ അനൂപേട്ടനും ജയിലിലായി. എടുത്തി വിഷമിക്കണ്ട. അനൂപേട്ടനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരും. എന്റെ അനൂപേട്ടന് ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരൊക്കെ വലിയ ക്രിമിനൽ ഗുണ്ടകളാ. ചോര കണ്ട് അറപ്പ് മാറിയവരാ. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ അനുപേട്ടനെ രക്ഷിക്കും? അതൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ആരാന്നും എനിക്കറിയില്ല. ഗുണ്ടകളോ കൊള്ളക്കാരോ ആരെങ്കിലും ആവട്ടെ, പക്ഷേ എന്റെ അനൂപേട്ടനെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്തിട്ടായാലും അനൂപേട്ടനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും.